ഇറാനിൽ ധാരാളം സുന്നികളുള്ള ഒരു നാടാണ്. ഒരുപാട് അഹിമ്മത്തുകൾ ജീവിച്ച് അവരുടെ വലിയ സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുള്ള നാടാണ്. വലിയ മഹത്വങ്ങളുടെ നാടാണ്. അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ അവരുടെ ആശയങ്ങൾ കഴിച്ചതാണ്. പക്ഷേ ഒരു രാജ്യം തമ്മിലുള്ള സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. അതിനെ വകവയ്ക്കാതെയുള്ള ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കടന്നുകയറ്റം, അധിനിവേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ലക്ഷ്യം, അങ്ങനെയുള്ളൊരു കടന്നുകയറ്റത്തിലൂടെ അവിടുത്തെ രാജ്യത്തിന്റെ ഒരു അധികാരിയെ കൊന്നപ്പോൾ ഇന്ത്യ രാജ്യം പോലും അതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഇറാൻ എംബസി സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധി അവിടെ അനുശോചനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതൊരു സാമാന്യ മര്യാദയാണ്. അത് തന്റേതായ മതമാണോ, ആശയമാണോ, കൂട്ടുകാരാണോ എന്ന് നോക്കിയിട്ടല്ല. അതൊരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ലോകത്തുള്ള സാമ്രാജ്യത്വ രീതി എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു മനുഷ്യന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. ഇസ്ലാമില് യുദ്ധത്തെക്കാൾ പ്രാധാന്യം ഒരു മുഅ്മിനായി ജീവിക്കുന്നതിന്. ഇവിടെ ഒരു സംഭവം കാണാം. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ടുപേർ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. രണ്ടുപേർ ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നത്. അതിൽ നിന്ന് ഒരാൾ നന്നായി അധ്വാനിക്കുന്ന ആള്, പരിശ്രമിക്കുന്ന ആള്, എല്ലാ സമര പോരാട്ടങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് മറ്റേയാൾ മരിച്ചു. ഞാൻ എനിക്ക് ഇവർ രണ്ടുപേരെയും കണ്ടു സ്വപ്നത്തിൽ. ഞാനിങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. അപ്പോ ഒരാളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. അപ്പൊ ആദ്യം കടന്നു പോയത് രണ്ടാമത് മരിച്ചയാളാണ്. ഘോരഘോര പോരാട്ടങ്ങളിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ശരിയായി മരിച്ച ആളെക്കാളും മുന്നിൽ പോകുന്നത് അതിനുശേഷം മരിച്ച സാധാരണഗതിയിൽ മരിച്ച ആളാണ്. ഞാനിതിന്റെ കൂട്ടുകാരോട് സ്വപ്നം പറഞ്ഞു. രണ്ടാമതാണ് മറ്റേയാൾ പോകുന്നത്. അപ്പോൾ സംശയം റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചു. എന്താണ് അതിന്റെ പൊരുൾ? തങ്ങൾ ചോദിച്ചു, എന്താണ് സംശയം? ഇയാളൊരു വർഷം കൂടി ജീവിച്ചില്ലേ? ഒരു റമദാൻ കൂടി അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലേ? അതാണ് അതിന്റെ മഹത്വം. അപ്പൊ റമദാൻ എത്തിക്കണേ ദുആ ചെയ്യുന്നത് വെറുതെ അല്ല. ഒരു വർഷം റമദാനിലും അധികം ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു ശരിയാകുന്നതിനേക്കാൾ പോലും പലപ്പോഴും പ്രാധാന്യം നൽകപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു മുഅ്മിനായി ജീവിക്കുക, ഈമാനോടെ നിലകൊള്ളുക. അതിന് രാഷ്ട്രം നിങ്ങളുടേതായാലും ആര് വിവരിക്കുന്ന നാടായാലും കുഴപ്പമില്ല. രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു മുഖ്യ അജണ്ടയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഘോഷം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഇവിടെ യുദ്ധമൊക്കെ നടക്കുമ്പോ ഗൾഫിലും മധ്യേഷ്യയിലൊക്കെ പല മധ്യപ്രദേശത്തുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോ അതിനെ പലതരത്തിലുള്ള TV ചാനലുകളിലെ എപ്പിസോഡുകൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ചിലരുടെ കഥ ആവിഷ്കാരങ്ങളെയും പ്രചാരണങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അതിനെ തോളയിച്ചുകൊണ്ട് അതിൽ വീരവാദങ്ങൾ മുഴക്കുന്നവരും അതിന്റെ ആളുകളൊക്കെ ഹീറോക്കളാക്കി അവരുടെ ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന രീതി അറിയാതെ സാധുക്കളായ ആളുകളിലും കണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കേൾക്കുമ്പോഴേക്ക് ഫോർവേഡ് ചെയ്യരുത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതരുത്. കേട്ട കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയുക എന്നത് ശരിയല്ല. ഇപ്പൊ ഗൾഫില് ഇവർ പലരും ഗൾഫിൽ നിന്ന് വന്നവരാണ്. ഗൾഫിൽ നിന്ന് വന്നത് ഈ മതത്തിലൂടെയാണ് ഇങ്ങോട്ട് ഇപ്പൊ വന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം യുണൈറ്റഡ് UAE മറ്റൊന്നും ഇല്ല, മറ്റു രാജ്യങ്ങളിലും ഇല്ല. ചിലയിടങ്ങളിലൊക്കെ പൊട്ടുന്നുണ്ട്, ചിലയിടങ്ങളിൽ ശക്തമായ പൊട്ടേറ്റിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും ഓവറോൾ ഇതിന്റെ ആത്യന്തിക ഫലം എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതാണ് എവിടെ നടന്നാലും, ഇസ്രായേലിലായാലും അമേരിക്കയിലായാലും ഇറാനിലായാലും അവിടെയൊക്കെ ധാരാളം നല്ല മനുഷ്യരുണ്ട്. അവർ അതിൽ പെട്ടുപോകാതിരിക്കാനാണ് സമാധാനം തേടി നാം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്. ഇവിടെ ചില വിദ്വാൻമാര്
മലയാളികളാണ് ഈ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരെങ്കിലും സാരിക വിശിഷ്ടപ്പെട്ടാൽ ആ ഫോട്ടോ എടുത്ത് ഇതാ എന്റെ വീടിന്റെ തൊട്ട് പിറകിലാണുള്ളത്, തലനാരിയോട് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഫോർവേഡ് ചെയ്യാൻ അവർക്കും രസമാണ്. അതിനിങ്ങനെ ചെയ്ത് ഇവിടുത്തെ പത്രക്കാരും മീഡിയകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളും മറ്റും കണ്ടാൽ ഒന്നായിട്ട് നാട് കത്തുകയാണ്. ഇനി അവരെ ആർക്കും നിൽക്കാൻ പറ്റൂല, ആരും ബാക്കിയാവില്ല എന്ന് തോന്നുന്ന രീതിയുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള പ്രചാരണങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഉള്ളത് തന്നെ എത്രമാത്രം സമാധാനപ്പെടുത്തി പറയാൻ കഴിയുമോ ആ നിലക്കാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അനാവശ്യമായ യുദ്ധകഥകളും മറ്റും പ്രചരിപ്പിക്കുന്നതിൽ നാം വളരെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മനുഷ്യർക്ക് പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്, പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. നാടാകെ പ്രശ്നമാണ് എന്ന് പറയുകയില്ല. ബഹുമാന്യരായ ഉസ്താദ് പ്രധാനമന്ത്രിയെ കണ്ട് 17 കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനൊക്കെ പരിഹാരങ്ങൾ ചർച്ച ചെയ്ത് പുറത്തു വരുമ്പോ എന്താണ് ഈ നാട്ടിലെ അവസ്ഥ ചോദിക്കുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? പ്രശ്നങ്ങളുണ്ട്, നാടാകെ പ്രശ്നമാണ്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഒരു രീതിയല്ല. മറിച്ച് കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും സാരമില്ല എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, കവാടങ്ങൾ തുറക്കപ്പെട്ടതാണ്, വികസനത്തിന്റെ ഭാഗങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് പ്രത്യാശയുടെ വഴികളാണ് പണ്ഡിതന്മാർ ലോകത്തിന് പറഞ്ഞു വെക്കേണ്ടത്. പ്രത്യാശയുടെ വഴികളാണ് നാം മറ്റുള്ളവരോട് പറയേണ്ടത്. ഒരിക്കലും തന്നെ കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് പ്രത്യേകമായി ഇവിടെ ഉണർത്തുകയാണ്. അതിവൈകാരികത പ്രകടിപ്പിച്ചുകൊണ്ട് ചില ചാനലുകൾ, അതിനായിട്ട് നിലകൊള്ളുന്ന ചാനലുകളുണ്ട്, അവർക്ക് മുസ്ലിം വൈകാരികതയെ കത്തിക്കണം, എന്നിട്ട് മുസ്ലിങ്ങളെല്ലാവരും ആകെ പ്രശ്നത്തിലാണ് എന്ന് പറയണം, മുസ്ലിങ്ങളെല്ലാവരും ഒരേ മൂലയിൽ അടിഞ്ഞുകൂടണം എന്ന് പ്രചരിപ്പിക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള ചില മൈന്യൂട്ട് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിപത്തുകളാണ് വിളിച്ചു വരുത്തുന്നത് എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്.